നമസ്കാരം, ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ അതിഭീകരമാം വിധം വർഗീയവൽക്കരിക്കുന്നത്, ഭയാനകമാം വിധം അതിനെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ചില കാഴ്ചകൾ നമ്മൾ കണ്ടു. സ്കൂളിലെ കുട്ടികൾ അവരുടെ കോഴ്സ് പൂർത്തിയായ ദിവസം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ബൈക്ക് റേസിംഗ് നടത്തുന്നു. അതിനുവേണ്ടി ഒരു പള്ളി കോമ്പൗണ്ടിലെ ഒരു ഗ്രൗണ്ടിലേക്ക് കയറുന്നു. അവിടെ ബഹളമായപ്പോൾ പള്ളിയിലെ വികാരി, അസിസ്റ്റൻറ്റ് വികാരി വന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നു. പിള്ളേർ വളരെ വേഗത്തിൽ ഗേറ്റ് കടക്കുന്നതിനെ അതിനിടെ ഒരു വണ്ടിയുടെ ഹാൻഡിലോ മറ്റോ വികാരി അച്ഛൻ്റെ ദേഹത്ത് തട്ടി അത് വലിയ പ്രശ്നമാക്കി. ഇപ്പോൾ കുട്ടികൾ ആസൂത്രിതമായി, ഒരു പ്രത്യേക മതവിഭാഗത്തിലെ കുട്ടികൾ ആസൂത്രിതമായി പള്ളി വികാരിയെ കൊല്ലാൻ വന്നു എന്നതിലേക്ക് അത് വികസിക്കുകയും 27 പേർക്കെതിരെ ഗുരുതരമായ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അവിടെ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നു, പള്ളിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നു, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ അതിനകത്ത് ഒരു വിഭാഗത്തെ മാത്രം അടർത്തിയെടുത്ത് ഒരു ഭീകര പ്രവർത്തനമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് എന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. NIA അന്വേഷണം വേണമെന്നൊക്കെ ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിരിക്കുന്ന ആളുകൾ തന്നെ അതിനെ വഷളാക്കാൻ ഇറങ്ങിത്തിരിച്ചു എന്നാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന സംഗതി എന്നതുകൂടി കാണുക. എന്തായാലും ഇപ്പോൾ അതിനകത്ത് അന്വേഷണം വേണം, NIA അന്വേഷണം വേണം, ഭീകരാക്രമണമാണെന്നൊക്കെ പറഞ്ഞൊരു സംഘം ആളുകൾ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പത്രങ്ങൾ വൈദികനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായിരിക്കുന്നു എന്നൊക്കെ എഴുതി അതിനെ സാധൂകരിക്കുന്ന നിലയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കേരളത്തിൽ എന്തുമാത്രം ഈ വിഭജനത്തിൻ്റെ, വർഗീയതയുടെ വിത്തുപാകാം എന്നുള്ള ശ്രമത്തിൻ്റെ ഒരു പേടിപ്പിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് എടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആദ്യം. ദൗസേബിന് എന്താണ് ഈ ടോട്ടൽ ഇഷ്യൂ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്? അല്ലെ, ഈ ഇഷ്യൂയെക്കുറിച്ച്, ഈ സംഭവം നടക്കുന്നത് സെൻറ്റ് മേരീസ് ഫെറോന ചർച്ച് പൂഞ്ഞാർ ഈ പറയുന്ന ഇതിലാണ്. അവർക്ക് അവരുടെ ഫേസ്ബുക്ക് പേജുണ്ട്. അതിനകത്ത് അവർ 4 ദിവസം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് ഞാൻ വായിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് പൂഞ്ഞാർ പള്ളിയിൽ സംഭവിച്ചത് ഔദ്യോഗിക വിശദീകരണം. പൂഞ്ഞാർ സെയിൻറ്റ് മേരീസ് ഫെറോന പള്ളിയുടെ മുൻവശത്ത് കൽക്കുരിശ് സ്ഥിതി ചെയ്യുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ 8ലധികം കാറുകളിലും കുറച്ച് ബൈക്കുകളിലുമായി ഉച്ചയ്ക്ക് 12:30 കുറച്ച് ചെറുപ്പക്കാർ എത്തി. പള്ളിയിൽ ആരാധന നടക്കുന്ന സമയമായിരുന്നു. കാർ ഇരപ്പിച്ച് അഭ്യാസ പ്രകടനം നടത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിൽ അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. വീണ്ടും ബഹളം തുടർന്നപ്പോൾ വാഹനങ്ങൾക്കടുത്തേക്ക് ചെന്ന അച്ഛൻ്റെ നേരെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു കൊണ്ടുവന്നു. വാഹനം ദേഹത്ത് തട്ടി നിലത്തു വീണ അച്ഛന് പരിക്കേറ്റു. ഉടൻ എല്ലാ വാഹനങ്ങളും വേഗതയിൽ ഓടിച്ച് പള്ളിമുറ്റത്തു നിന്ന് പുറത്തേക്ക് പോയി. അച്ഛനെ മാസ് റീവ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഇതിൽ പറയുന്നത് വെച്ചാൽ, പിള്ളേർ വണ്ടി ഇരപ്പിച്ചു അഭ്യാസ പ്രകടനം നടത്തി. അപ്പോൾ അത് അച്ഛൻ നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വാഹനം വേഗത്തിൽ ഓടിച്ചു, അത് തട്ടി അവരോട് പുറത്തു പോകാൻ എന്താണ്, വാഹനം ദേഹത്ത് തട്ടി നിലത്ത് വീണ അച്ഛന് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നിഷാദ് നേരത്തെ സൂചിപ്പിച്ച മലയാള മനോരമ പത്രം അവർ കൊടുത്ത വാർത്ത. ആ വാർത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ പ്രതിഷേധിച്ചിട്ട് പാലാ രൂപതയിലെ മുഴുവൻ പള്ളികളിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ രൂപത ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ആ ആഹ്വാനം ചെയ്ത വാർത്ത കൊടുക്കുകയാണ്. പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫെറോന പള്ളി അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പാലാ രൂപതയിലെ മുഴുവൻ പള്ളികളിലും പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഇതാണ് വാർത്ത. ഇത് നിഷാദ് പറഞ്ഞതുപോലെ ഈ കുട്ടികളിപ്പോൾ 27 കുട്ടികൾ ഒരാഴ്ചയായി അറസ്റ്റിലാണ്. ഈ 27 കുട്ടികളിൽ 10 കുട്ടികൾ 17 വയസ്സ്, എന്നുവെച്ചാൽ പ്രായപൂർത്തിയാവാത്ത ആളുകളാണ്, മൈനറാണ്. ബാക്കി ആളുകൾ 18, ബാക്കി ആളുകൾ മേജറാണെന്ന് പറയുമ്പോഴും 18 വയസ്സേ ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു സ്കൂളിലെ +1 കുട്ടികൾ, +1 +2 കുട്ടികളാണ്. ഇത് വെക്കേഷനിലേക്ക് പോവുകയാണ്. ഈ വെക്കേഷൻ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ റീൽ എടുക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പരിപാടി. ബൈക്കും കാറൊക്കെ ആയിട്ട് വന്ന് ഇവർ ഈ പള്ളി മുറ്റത്തുനിന്ന് റീൽ എടുക്കാൻ ഉള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയായിരുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്താണ് നിശ്ചയമായത് ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ ഈ ബഹളം ഉണ്ടാക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, ഇതൊക്കെ ആയിട്ടായിരിക്കും ഇത്തരം റീൽ എടുക്കുന്ന ആളുകൾ വരിക. അപ്പോൾ ഇതിനകത്ത്
27 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുഴുവൻ മുസ്ലിം കുട്ടികളാണ്. ഒരു പ്രത്യേക സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം കുട്ടികളാണ്. അപ്പോൾ ഇന്നലെ മുസ്ലിം സംഘടനകളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് എല്ലാ സമുദായത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് മുസ്ലിം കുട്ടികളെ മാത്രം നോക്കി അറസ്റ്റ് ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകൾ, വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പകൽ ഉച്ചയ്ക്ക് 12:30 +1-നും +2-നും പഠിക്കുന്ന പിള്ളേർ ഒരു പള്ളി വികാരിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ കുട്ടികൾക്കെതിരെ നടത്തുന്ന ചാർജ്. ആ കുട്ടികൾ ഒരാഴ്ചയായി ജയിലിലാണ്. അവരുടെ പരീക്ഷാ സമയമാണ്. ഒന്ന് ആലോചിക്കണം, അവരുടെ മൈനറായിട്ടുള്ള കുട്ടികൾ 10 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കേരള പോലീസിൻ്റെ വധശ്രമം ചാർജ് ഏറ്റെടുത്ത് ജയിലിൽ കിടക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ വശം, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പ്രതികരണങ്ങൾ മാത്രമല്ല, അവിടെ നടന്നിട്ടുള്ള പ്രകടനങ്ങൾ, ഈ ചില പള്ളി വികാരിമാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനങ്ങൾ, അതിൽ വരുന്ന മുദ്രാവാക്യങ്ങൾ, കാസ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രസ്താവനകൾ, PC ജോർജിനെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതിലെല്ലാറ്റിലും ഉപരി പാലാ രൂപത തന്നെ, രൂപതാധ്യക്ഷ നേതൃത്വത്തിൽ എല്ലാ ഇടവകകളിലും പ്രതിഷേധ സംഗമം നടത്താൻ പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട്, അദ്ദേഹമാണ് നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഉപജ്ഞാതാവ്. CPM നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ റിംഗ് മാസ്റ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൊത്തം എപ്പിസോഡിൻ്റെ റിംഗ് മാസ്റ്ററായിട്ട് 2 പേരാണുള്ളത്, PC ജോർജും ഈ പറയുന്ന പണ്ഡിതനുമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾ, പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റഗ്രാം കുട്ടികൾ, ഈ +2-നൊക്കെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾ, നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണും റോഡ് സൈഡിലൊക്കെ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനം നടത്തുന്ന സമയമാണ്. അത് കാണുമ്പോൾ പൊതുവെ ആളുകൾക്ക് ആകർഷണം, മുതിർന്ന ആളുകൾക്ക് എന്താണ് ഈ ചെക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബൈക്ക് റൈസാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, മറ്റേ ചാടിക്കൽ, ഇതൊക്കെ റീലിന് വേണ്ടി, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഈ ജാതി പല പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കലിപ്പ് സ്വാഭാവികമായിട്ടും ഒരു കാരണവർ ബോധം കൊണ്ടു നടക്കുന്ന ആർക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പള്ളിമുറ്റത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പരിപാടി നടത്തുന്നു. പിന്നെ ഇത് ഈ മുസ്ലിം കുട്ടികളാണ് ഇതിലുള്ളത് എന്ന് കൂടെ അറിയുമ്പം ഡബിൾ കലിപ്പ് വന്നിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. അപ്പം ഉച്ചക്കാണ് സംഭവം നടന്നെങ്കിലും വൈകുന്നേരമാണ് പള്ളിയിൽ കൂട്ടമണി അടിക്കുന്നത്, മനസ്സിലാക്കണം. സാധാരണഗതിയിൽ കൂട്ടമണി അടിക്കുക, ഒരു അപകടം ഉണ്ടാകുമ്പോൾ പൊടുന്നതിനെ ആളുകളെ വിളിച്ചു കൂട്ടാൻ വേണ്ടിയാണ്. അപ്പം പിന്നീട് കൂട്ടമണി അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. അതിൽ അങ്ങനൊരു പ്രചാരണം നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. പാലാ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഈ കാസ പോലുള്ള പാലാ രൂപത കേന്ദ്രീകരിച്ചും കാസ പോലുള്ള സംഘടനകൾ കേന്ദ്രീകരിച്ചും കുറച്ച് അധിക കാലമായി നടക്കുന്ന വളരെ മോശമായൊരു പ്രചാരണമുണ്ട്. PC ജോർജിനെ പോലെ ഒരു രാഷ്ട്രീയ ഭാഗ്യാന്വേഷി നടത്തുന്ന പരിശ്രമങ്ങളുണ്ട്. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം സർക്കാർ ഇതിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടുത്തെ MLA എന്തു ചെയ്യുന്നു? അയാൾ LDFൻ്റെ MLA ആണ്. അദ്ദേഹം ഇതുവരെ എടുത്തിട്ടുള്ള നടപടികൾ ഈ പറയുന്ന വർഗീയതയ്ക്ക് വളം വെക്കുന്ന നിലപാടാണ് ആ MLA സ്വീകരിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പിന്നെ പോലീസിൻ്റെ സമീപനം, ഇത് മൈനറായിട്ടുള്ള കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കുന്നു. അവർക്ക് ജാമ്യം നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ APPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 27 +1-ന് പഠിക്കുന്ന, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവർ മുതിർന്നു വരുന്നവരാണ്. അവരെന്താണ് നാളെ ഈ സമൂഹത്തിൽ അവരെങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത്? അവർ നമ്മുടെ സമൂഹത്തോടുള്ള അവരുടെ സമീപനം എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ചർച്ച ചെയ്ത കാര്യമാണ് ഈ പറയുന്ന ഈ തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ, അവർക്കൊരു പക്ഷേ കേരളത്തിൽ കിട്ടിയ ആദ്യത്തെ ഒരു സ്ട്രീറ്റ് ഇവൻ്റാണത്. കുറേ കാലമായി ഒരു ഫേസ്ബുക്കിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്ട്രീറ്റ് ഇവൻ്റ് എന്നുള്ള നിലക്ക് അവരത് വിജയിപ്പിച്ചിട്ടുണ്ട്. അതവരൊന്ന് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഓക്കെ, ജിംസ് എന്താണ് തോന്നുന്നത്? ഇപ്പം ആ നിലയ്ക്ക് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ അത് അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കൂടി അതിന് പറ്റുമോ? ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകാണല്ലോ. പിന്നെ മറ്റൊന്ന്, ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലെ പാലാ രൂപതയ്ക്ക് കീഴിലുള്ളൊരു പള്ളിയാണ്. പിന്നെ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് പൂഞ്ഞാറിലാണ് പള്ളി. അപ്പോൾ പല കാരണങ്ങളാൽ ഇത് വളരെ എന്താണ് പറയുക മസാലയുള്ളൊരു സാധനമാണ്.
ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. ഈ കേസ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 307 കൊലപാതക കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. 27 പേർ ചെന്ന് ഒരു പള്ളി വികാരിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ആ കേസ് കോടതിയിൽ നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ കോടതിയിൽ നിൽക്കുക എന്നുള്ളതല്ല കാര്യം. ആ കുട്ടികൾ റിമാൻഡിൽ കഴിയുക, ആ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് നടക്കുന്ന മാധ്യമ പ്രചാരണങ്ങൾ. എനിക്ക് ഈ സംഭവം മനസ്സിലായില്ല ആദ്യം തുടക്കത്തിൽ. എന്താണ് ഈ വാർത്തയൊക്കെ വരുമ്പോൾ 27 വിദ്യാർത്ഥികൾ, അതിൽ 10 പേർ പ്രായപൂർത്തിയാവാത്തവർ എന്നാണ് വാർത്ത വരിക. 27 വിദ്യാർത്ഥികൾ, അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അതിൽ 10 പേര് പ്രായപൂർത്തിയാവാത്തതായിരിക്കും. അപ്പോൾ ഇതെന്തോ മദ്യപിച്ചിട്ടോ മറ്റോ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അടിമകളായിരിക്കും, വൈദികനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, പുറത്തിറങ്ങി പോകുമ്പോൾ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ വാർത്തകൾ കണ്ടാൽ അങ്ങനെ തോന്നുക. ഇതിൽ യഥാർത്ഥ സംഭവം മനസ്സിലാകുമ്പോൾ ഇത് എല്ലായിടത്തും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണല്ലോ, എവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇത്തരം സംഭവങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരൂർ ഒരു സ്കൂളിൽ, തിരുനാവായ ഒരു സ്കൂളിൽ കുട്ടികൾ ഇതുപോലെ കാറ് റേസ് നടത്തി. ഈ സെൻഡ് ഓഫിൻ്റെ സമയത്ത് കാർ റേസ് നടത്തി. MVD ആണ് അതിൽ കേസെടുത്തത്. റേസ് നടത്തി ആ വണ്ടി പിടിച്ചുകൊണ്ടുപോവാണ് ചെയ്തത്. അങ്ങനെ ചെയ്യാം, പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹാൻഡിൽ കെട്ടിയ ആ വൈദികൻ മറിഞ്ഞു വീടുന്നുള്ളത് ശരിയാണ്, അത് കേസെടുക്കേണ്ട കുറ്റം തന്നെ. പക്ഷേ അത് കൊലപാതക കുറ്റത്തിന് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പലവട്ടം ഇവിടെ പറഞ്ഞതുപോലെ ഈ പോലീസ് ആരുടേതാണ് എന്നൊരു ചോദ്യമുണ്ട്. ഈ പോലീസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? പോലീസ് ചെയ്യുന്നത് സംസ്ഥാനത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത പ്രചരിക്കാനുള്ള ഇട കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ കേസെടുത്തതിലൂടെ. യഥാർത്ഥത്തിൽ ആ കേസെടുത്തതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ യഥാർത്ഥ വസ്തു ചൂണ്ടിക്കാണിക്കുന്ന മേൽക്കോടതി സമീപിക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇത് വഷളാവാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ ആ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ എന്തെടുക്കുകയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ MLA യുടെ കാര്യം ദിവസമായി പറഞ്ഞു. അവിടെ മനുഷ്യരില്ലേ, മുതിർന്ന മനുഷ്യരുണ്ടല്ലോ, വിവേകമുള്ള മുതിർന്ന വർഗീയതയില്ലാത്ത മനുഷ്യരുണ്ടാവുമല്ലോ. അപ്പോൾ എന്തെടുക്കുകയായിരുന്നു? ഇത്രയും 10-27 കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുക എന്ന് പറയുമ്പോൾ ആ കേസ് ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ആ മുതിർന്ന മനുഷ്യർ, ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ, അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ, അവിടെയുള്ള മുതിർന്ന മനുഷ്യർ എന്തെടുക്കുകയാണ്? ഒരു സർവകക്ഷി യോഗം വിളിക്കുകയോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പാടില്ലാത്ത വിധം വഷളായി കഴിഞ്ഞോ കേരളത്തിലെ? നമ്മൾ UP കാണുന്ന പോലെ, ഉത്തരേന്ത്യയിലെ കാണുന്ന പോലെ അത്ര മോശമാണോ കേരളത്തിലെ അവസ്ഥ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വൈദികർ, വിദ്യാസമ്പന്നരായ ആളുകളാണല്ലോ വൈദികർ. ആ വൈദികരുമായി ആൾക്ക് സംസാരിക്കാമല്ലോ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് സംസാരിക്കാമല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോൾ അതല്ല, എന്നെ കൊല്ലാൻ വന്നതാണ്, അത് ഭീകരാക്രമണമാണെന്നൊരു വൈദികൻ പറയുകയാണെങ്കിൽ അത് വേറെ തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. ഞാൻ ഇതിൽ കൂടുതൽ പ്രശ്നമായി കാണുന്നത് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയാണ്. അവർക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം തീർക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇനി ആ കുട്ടികൾ ജാമ്യത്തിൽ ഇറങ്ങുന്നതുവരെ വ്യത്യസ്ത യൂട്യൂബ് ചാനലുകളിലും വെബ് പോർട്ടലുകളിലും പ്രചരിക്കുന്ന വാർത്തകൾക്ക് ആരായിരിക്കും ഉത്തരവാദി? അതിൻ്റെ കളർ, ഉത്തരേന്ത്യയിൽ അത് തർജ്ജമ ചെയ്ത് പ്രചരിക്കുമ്പോൾ അതിൻ്റെ കളർ എന്തായി മാറും നമ്മൾ ആലോചിക്കേണ്ടതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയോടെയാണ്. അങ്ങ് എന്തെടുക്കുകയാണ് എന്ന ക്വസ്റ്റ്യൻ അദ്ദേഹത്തോട് ദിവസവും ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ എന്തെടുക്കുകയാണെന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ ദൗർഭാഗ്യകരമാണ്. യെസ്, സ്കൂൾ കുട്ടികളായ 27 പേരെ ഇങ്ങനെ ഒരു വ്യാജമായ ആരോപണത്തിൻ്റെ മേൽ പടച്ചുണ്ടാക്കിയ കുറ്റത്തിന് അവർക്ക് മേൽ വധശ്രമ കുറ്റം ചുമത്തി ചാർജിട്ട് അവരെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ അവർക്ക് അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനത്ത് വർഗീയതയോട് എന്തു ചെയ്യുന്നു എന്ന ചോദ്യം അവരോട് ചോദിക്കപ്പെടേണ്ടതാണ്. രാജ്യത്താകമാനമുള്ള വിഷയങ്ങളിൽ അവർ അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അധികാരമുള്ള ഇടത്ത് വർഗീയതയെ തടഞ്ഞു നിർത്താനും അതിൻ്റെ വ്യാജ പ്രചാരണത്തെയും പദ്ധതികളെയും തടുക്കാനും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഇടതുപക്ഷം മുഖം കുനിച്ച് നിൽക്കേണ്ടി വരുന്ന കാര്യത്തിൽ തർക്കമില്ല.